അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു വീട് വയറിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെട്ടിപ്പൊളിച്ച് പൈപ്പൊക്കെ സെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് മാത്രമാണ് ഈ വീഡിയോ. സാധാരണക്കാരനായ ഒരാൾക്ക് എന്തൊക്കെയാണ് നമ്മൾ വയറിങ്ങിന് ചെയ്യാറ്, അപ്പോൾ എന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്താറ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നമുക്ക് ഒരു ചെറിയൊരു വീടാണ്, ഒരു 450 സ്ക്വയർ ഫീറ്റോളം വരുന്നുള്ളൂ. അപ്പോൾ ആ വീട്ടിലാണ് നമ്മളിന്ന് വയറിങ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ആ വീട് കേട്ടോ. ഈ വീടിക്ക് നമ്മൾ ഫ്രണ്ട് ഏരിയയിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ടോപ്പിൽ കാണുന്ന ബോക്സ് ഒരു ലൈറ്റാണ്. ഇതിന് സെൻറ്ററിൽ കാണുന്നത്, താഴെ കാണുന്നത് ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ ബെല്ലൊക്കെ കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. 4 ബോക്സാണ്. ഇവിടെ 3 മോഡിൽ ഒരു വരെ ഇത് കയറും. 1, 2, 3 അങ്ങനെ 3 പ്ലേറ്റോളം കിട്ടും. നമുക്ക് ഏത് വേണമെങ്കിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിലേക്ക് നമുക്കൊരു ലൈറ്റ്, ഒരു ഫാന്, ഒരു പ്ലഗ്, അങ്ങനെയാണ് ഈ വീടിൻ്റെ ഓണർ പറഞ്ഞത്. ആ പ്രകാരം നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ കണക്ക് നോക്കുമ്പോൾ ഒരു 6 മോഡിലോളം വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ 8-4 ബോക്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൈപ്പ് നേരെ അപ്പുറത്തേക്ക് 4-4ക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, 6-4ലേക്ക്. അപ്പോൾ നമുക്ക് ട്യൂബയുടെയും ആ വയറൊക്കെ വലിച്ചെടുക്കാം. ഈ കാണുന്നതാണ് DB കേട്ടോ. ഈ DB നമുക്കിവിടെ എത്ര ലോഡ്, എത്ര പോയിന്റുകൾ വരുന്നുണ്ടെന്നനുസരിച്ചിട്ട് വേണം നമുക്ക് ഈ DB വയ്ക്കാൻ. ഇവിടെ ഞാൻ 16 പേരാണ് DB വെച്ചിരിക്കുന്നത്. അതിൽ 2ൻ്റെ സ്പേസ് ഐസൊലേറ്റർ പോവും, ബാക്കി 14 നമുക്ക് MCB വയ്ക്കാൻ പറ്റും. ഈ സ്ലീവ് ഇട്ട് കാണിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ കോപ്പർ ഇട്ടിട്ടുണ്ട്. 10 mm നമുക്ക് എർത്തിങ്ങിന് വേണ്ടി കോപ്പറൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ പൈപ്പ് ലൈനിൽ കൂടെ തന്നെ അടിച്ചിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ തന്നെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ പൈപ്പ് മീറ്റർ ബോർഡിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ഒരു പൈപ്പ് DBയിലേക്ക് ഉണ്ട്. പിന്നെ 1 ഇഞ്ച് സെപ്പറേറ്റ് വേറെ ഈ 4-4 ഈ 4-4ലേക്ക് വരെയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ 2 റൂം ഉണ്ട്, അത് പിന്നീട് എടുക്കുള്ളൂ. അതിലേക്ക് കൂടി ലിങ്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയ വന്നിട്ട് ഒരു ബാത്റൂമാണ്. അത് കെട്ടി നമ്മളിതിലേക്ക് മുകളിലേക്ക് മുട്ടിക്കാണ്ടാകുന്നത് നമ്മൾ പിന്നീട് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ കണക്ഷൻ കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്വിച്ച് ബോർഡ് നേരെ പുറത്താണ്, ഈ പൈപ്പ് നേരെ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. അവിടെ 4-4 വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഈ ഡൈനിങ് ഏരിയയിൽ 2 ലൈറ്റ് ഉണ്ട്. ഈ ഒരു ലൈറ്റ് ഇവിടെയും, അതുപോലെ ഇവിടെ ഈ കാണുന്ന ഒരു ലൈറ്റാണ് കേട്ടോ. അതിനുള്ള സ്വിച്ച് ബോർഡ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു 8-4 വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് 6 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ 8-4 വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് 1 ഇഞ്ച് പൈപ്പ് നമ്മൾ നേരെ DBയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ കിച്ചണിൽ നിന്ന് ലൈൻ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെയും ഈ ഡൈനിങ് ഏരിയൻ്റെയും ആ ബാത്റൂമിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി നമ്മൾ 1 ഇഞ്ച് അടിച്ചിരിക്കുന്നത്. ഇത് ഹാളത്തെ സ്വിച്ച് ബോർഡാണ് കേട്ടോ. ഒരു 8-6. ഈ 8-6ൽ 12 സ്വിച്ചോളം കയറും. അപ്പോൾ നമ്മളത് കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം വെക്കാൻ, എന്തൊക്കെ ഹാളിൽ വെക്കണം എന്നുള്ളതിൽ. പിന്നെ ഇവിടെ TV വെക്കണതുകൊണ്ട് 2 പ്ലഗ് 2 സ്വിച്ചും വേണം. അപ്പോൾ അതിന് നമ്മളൊരു 8-4 വെച്ചിട്ടുണ്ട്. ഈ തൊട്ടടുത്ത കേബിളിൻ്റെ ലൈനാണ് കേട്ടോ. അത് നമ്മൾ പുറത്തേക്ക് അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഈ 1 ഇഞ്ച് നേരെ നമ്മൾ ഈ 4-4ലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നേരെ പുറത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ റൂമിലേക്ക് എത്തും. ഇത് 2 റൂമാണ്. ഇത് സെൻറ്ററിൽ കൂടെ ഒരു ചുമര് വരും. അപ്പോൾ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി അടുക്കളയിലേക്ക്, അത് കിച്ചണിലേക്ക് പോവാം. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ലൈറ്റ് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ലൈറ്റും അതുപോലെ ഇപ്പുറത്തെ ഒരു ലൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബോക്സ് വെച്ചിരിക്കുന്നത് ഒരു ലൈറ്റിൻ്റെയാണ്. ഈ ലൈറ്റിന് ടോപ്പിൽ ഒരു ബെൻഡ് നെറ്റിക്കുന്നത്. ഇവിടെ ഗ്യാപ്പിൽ നമ്മളൊരു എക്സോസ്റ്റ് ഫാനിൻ്റെ പൈപ്പ് വെച്ചിട്ട് അതിൽ കൊടുക്കാൻ പറ്റും. പിന്നെ നേരെ ഒരു പൈപ്പ് നമ്മൾ ഈ 4-4ലേക്ക് അടിച്ചിട്ടുണ്ട്. ഇത് നേരെ അപ്പുറത്തേക്ക് ആ 4-4 ലിങ്ക് ചെയ്തിട്ട് നേരെ DBക്ക് എത്തും. പിന്നെ ഇത് നേരെ താഴത്തേക്ക് 1 ഇഞ്ച് പൈപ്പ് നമ്മൾ ഈ ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതും ആ ബോക്സായിട്ട് ലിങ്കിങ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ബോക്സായിട്ട് നമ്മൾ ലിങ്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ലൈറ്റും, ഇവിടെ ഒരു 4-4 നമുക്ക് ഇവിടെ ഒരു പ്ലഗ് വെക്കാം, പവർ പ്ലഗ് വെക്കാൻ പറ്റും. പിന്നെ ഇതൊരു ചെറിയൊരു വർക്ക് ഏരിയ ആണ്. ആ വർക്ക് ഏരിയയിൽ നമ്മളൊരു പ്ലഗും ഒരു ലൈറ്റും അതുപോലെ ഒരു എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ പൈപ്പ് സെപ്പറേറ്റ് ഒന്നും അടിച്ചിട്ടില്ല. കാരണം മേലെ കൂടെ ഒരു 3 വേ ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ കൂടെയാണ് നമ്മൾ വലിച്ചിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് വയറേ വരുന്നുള്ളൂ, 4 വയറേ വരുന്നുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ അടിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു എക്സോസ്റ്റ് ഫാനും ഇവിടെ ഒരു ലൈറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നേരെ ജംഗ്ഷനിൽ കയറ്റിയിട്ട് ഇത് കൂടെ നേരെ സ്വിച്ച് ബോർഡിലേക്ക് ഇറക്കും. ഇതിലേക്ക് വരുന്ന കണക്ഷൻ വന്നിട്ട് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കണ്ടില്ലേ, ഒരു 2 പൈപ്പ് വന്നത്, ആ ഒരു പൈപ്പ് ഇതിലേക്കാണ്. അപ്പോൾ നേരെ അത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മീറ്റർ ബോർഡിൻ്റെ കാര്യമാണ് കേട്ടോ. ഈ മീറ്റർ ബോർഡ് നമ്മൾ കൺസീൽഡ് മീറ്റർ ബോർഡൊക്കെ കൺസീൽഡ് ചെയ്ത് 2 എർത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എർത്ത് വന്നിട്ട് നമ്മൾ DBന്ന് കൊടുത്ത ഒരു എർത്തും പിന്നെ ഒന്ന് ഇതിന്ന് ചെയ്തിരിക്കുന്ന ഒരു എർത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഐസൊലേറ്റർ ടൈപ്പാണ് മീറ്റർ ബോർഡ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മെയിൻ സ്വിച്ചിന് പകരം നമ്മൾ ഐസൊലേറ്ററാണ് യൂസ് ചെയ്യുന്നുണ്ടോ. പിന്നെ നമ്മൾ സർവീസ് വയറൊക്കെ ഓപ്പൺ തന്നെ അടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴൊക്കെ സർവീസ് വയർ ഓപ്പൺ തന്നെ അടിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പ്ലാസ്റ്റിക് കഴിഞ്ഞിട്ട് അടിക്കുന്നതാണ്. അതിലേക്കുള്ള ഒരു ഹുക്ക് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അത്രയ്ക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഉൾവശത്ത് നമ്മൾ അത്യാവശ്യം നല്ല പോലെ തന്നെ
എല്ലാവിടെയും പൈപ്പ് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വയറിങ്ങിലൊക്കെ നല്ല പോലെ തന്നെ ചെയ്യണം, വയറുകളൊക്കെ ഒന്ന് ടൈറ്റ് ആകാതിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പൈപ്പുകളൊക്കെ നമ്മൾ അടിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ചെറിയൊരു വീട്ടിൽ ഇത്രയും പൈപ്പുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ വീടിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.